കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? ഇപ്പൊ ഒഴിവ് സമയമാണ്. നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? ഈ ഒഴിവ് സമയത്തും വെറും ട്യൂഷനും ഇതിനും വിട്ടിട്ട് അവറ്റങ്ങളെ പഴിപ്പിക്കണം എന്നല്ല ഞാൻ പറയണത്. മദ്രസ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിപ്പിക്കാൻ പറ്റിയ നല്ല സന്ദർഭമാണിത്. നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ, യാസീന് പോലെയുള്ള തബാറക്ക് പോലെയുള്ള നമ്മൾ പാരായണം ചെയ്യേണ്ട സൂറത്തുകൾ കാണാതെ പഠിപ്പിക്കാൻ, ഗ്രാമർ പഠിപ്പിക്കാൻ, മാത്സ് പഠിക്കാൻ, 6ലും 7ലൊക്കെ എത്തിയ കുട്ടിക്ക് ഹിന്ദി അക്ഷരമാല അറിയില്ല, അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. എന്തിന്? ചിലപ്പോ സ്വന്തം പേര് മലയാളത്തിൽ എഴുതാൻ പോലും അറിയില്ല, അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ. ദീനീ ചിട്ടകൾ അവരെ പരിശീലിപ്പിക്കാൻ. നമ്മുടെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കണവരാ നമ്മളൊക്കെ. ഒഴിവ് സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് കൃത്യമായി മക്കൾക്ക് പാഠം നൽകണം. എങ്ങനെയാണ് ടൈം മാനേജ്മെന്റ് എന്ന് പഠിപ്പിക്കണം. അതിന് നമ്മുടെ വീടൊക്കെ ഒന്ന് ഓർഡർ ആവണം. അലസമായ ജീവിതം ഉമ്മാക്കും ഉപ്പാക്കും പറ്റൂല. ഇത് കണ്ടേ മോൻ പഠിക്കുള്ളൂ എങ്കിൽ ആ മോൻ നന്നായി കിട്ടും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഞാൻ തുടക്കത്തിൽ കുറെ സഹാബിവര്യന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ഉഹുദീങ്ങളുടെയും ബദരീങ്ങളുടെയും ഒക്കെ. അവരെ പോലെ നമ്മുടെ ജീവിതവും ധന്യമാവണം. അതിന് മക്കൾ നമുക്ക് പറ്റും വിധത്തിലേക്ക് വളർന്നു വരണം. ആകെ പഴച്ചിട്ടാണ് സമൂഹം നടക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് പോലും എല്ലാ മയക്കുമരുന്നുകളും ഇന്ന് സുലഭമാണ്. കേരളത്തിൽ 11 വീതം മയക്കുമരുന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലാണ് കഞ്ചാവ് കിടക്കുന്നത്. കുറെ ആളുകൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഈമാൻ തകർക്കുന്നുണ്ട്, യുക്തിവാദത്തിന്റെയും മറ്റും പേരും പറഞ്ഞിട്ട്. യുക്തിവാദികളുടെ കേരളത്തിലെ ഒരു സീനിയർ നേതാവാണ് നിങ്ങളൊക്കെ അറിയുന്ന മൈത്രേയൻ. ഈ മൈത്രേയന്റെ ഏറ്റവും പുതിയൊരു ഫത്വ നിങ്ങൾ കേട്ട് കാണും. കഞ്ചാവ് നിരോധിക്കരുത്, എല്ലാവർക്കും ആരോഗ്യപരമായ രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള ക്ലാസ് എടുക്കണം എന്നാണ്. അപ്പൊ സ്കൂളിലൊക്കെ ചെന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ 1ാമത്തെ പാഠം എങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കണം. ഒരു പോയത്തക്കാരൻ പറയാണ്, ആരോഗ്യപരമായ രീതിയിൽ കഞ്ചാവ് ആദ്യം ഉപയോഗിക്കുന്നു, ഇത്തിരി കിറുക്കായി കഴിഞ്ഞാൽ പിന്നെ അനാരോഗ്യകരമായിട്ട് വേണ്ട വിധം അവരോട് ഉപയോഗിച്ചോളും. എന്നിട്ട് പറയണം അത് നിരോധിക്കരുത്. ഇവരെന്ത് ധാർമ്മികതയാണ് പഠിപ്പിക്കുന്നത്? ഒന്നിച്ചൊരു കുടുംബം സിനിമ കാണുകയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ചില മറകളുണ്ട്, അത് പൊളിഞ്ഞു പോകും. നമ്മളത് ഗൗരവത്തിലെടുക്കണം. എങ്ങനെയാണ് വിശദീകരിക്കാൻ എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും ആർക്കെങ്കിലും ഒക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. എല്ലാവരും കമന്റ് ആയിട്ട് വരണമെന്നില്ല. സിനിമക്ക് എത്ര കോടി ചെലവഴിച്ചിട്ടാണ് നിർമ്മിക്കണത് എന്ന്. എല്ലാവരും സിനിമ നിർമ്മിച്ചിട്ടാണോ ജീവിക്കുന്നത്? ജീവിക്കാൻ വേറെന്തൊക്കെ മാർഗമുണ്ട്. സിനിമ നിർമ്മിച്ച് തന്നെ ജീവിക്കണം. ആ ഇൻഡസ്ട്രിയിൽ കുറെ ആളുകൾക്ക് തൊഴിലുണ്ട്. അങ്ങനെ തൊഴിലുള്ള വേറെ ഏതൊക്കെ മേഖല ഉണ്ട്?